ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ 24, 45, 51 ഈ 3 സൈഡിലും അതിൻ്റെ വേർട്ടീസസിൽ സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് 10.5 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എക്സ്ക്ലൂഡിംഗ് ദ പോർഷൻ കവേർഡ് ബൈ ദ സെക്ടേഴ്സ് ഓഫ് ദ സർക്കിൾസ്? SSC CPO 2019 ക്വസ്റ്റ്യൻ ആണ്. മെൻസുറേഷൻ എന്ന ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചുമ്മാ ഈ പറയുന്ന ട്രയാങ്കിൾസിൻ്റെ സിംപ്ലസ്റ്റ്, ഈ സൈഡ്സിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുകയാണ്. 3 വെച്ച് കട്ട് ചെയ്യാം. 8, 15, 17. 8, 15, 17 എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റ് ആണ്. സോ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് 51, 24, 45. ഇതിൻ്റെ 3 വെർട്ടിസസിലും സർക്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10.5. ഇവിടെയും 10.5, ഇവിടെയും 10.5. നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്നത് ഈ സെക്ടർ ഇല്ലാതെ ബാക്കിയുള്ള ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഞാനിവിടെ കളർ ചെയ്യുവാണ് എങ്കിൽ ഈ ഒരു രീതിക്ക് വരും. ഓക്കെ, ഈ ഒരു രീതിക്ക് വരും. എത്ര വരും? ഈ ഒരു മഞ്ഞ കളറാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന ട്രയാങ്കിളുടെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 24 ഇൻറ്റു 45 ആയിരിക്കും അതിൻ്റെ ഏരിയ. 1/2 ഇൻറ്റു 25 ഇൻറ്റു 24 ഇൻറ്റു 45 ആയിരിക്കും അതിൻ്റെ ഏരിയ. ഏകദേശം എത്ര വരും? 12 ഇൻറ്റു 45 എന്ന് പറഞ്ഞു വരും അല്ലേ? 12 ഇൻറ്റു 45, 540 എന്ന് പറഞ്ഞു വരും. ഇതാണ് ട്രയാങ്കിളുടെ ഏരിയ. ഇതിൽ നിന്ന് ഈ ഒന്നാമത്തെ സെക്ടർ, രണ്ടാമത്തെ സെക്ടർ, മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി കളർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളറിലെ പോർഷൻ, അടുത്ത പച്ച കളറിലെ പോർഷൻ, ഈ ഒരു ഏരിയ കളയണം അല്ലേ? അത് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 150 വരത്തില്ലേ? ഈ 3 ആംഗിൾസും ആ സെക്ടർ എന്ന് പറയുമ്പോൾ ആ സെക്ടർ എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 90ൻ്റെ ഒരു സെക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ വരും, ദെൻ ഈ ഒരു പോർഷൻ വരും. അല്ലെങ്കിൽ തന്നെ ഓർക്കുക, ട്രയാങ്കിളുടെ ആംഗിൾസ് ടോട്ടൽ 180 ആണ്. അപ്പോൾ ഈ 3 ഭാഗവും കൂടി കൂട്ടിയ 1, 2, 3, ഇത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? സെമി സർക്കിൾ. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് കുറച്ചാൽ മതി, സത്യം പറഞ്ഞാൽ അല്ലേ? സെമി സർക്കിളിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് കുറച്ചാൽ മതി. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr², അതിൻ്റെ പകുതി, πr² പകുതി 1/2 ഇൻറ്റു പൈ ഇൻറ്റു r². 10.5 ആണ്. ഞാൻ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി 21/2 ഇൻറ്റു 21/2 എന്ന് പറഞ്ഞെടുക്കുന്നു. ഇത് 1/2 πr² ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കട്ടായി, ഇതും കട്ടായി പോയിട്ട് എത്ര വരും? 3 വരും. ഇതും കട്ടായി 11 വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ എടുക്കേണ്ട എത്രയാണ്? 33 ഇൻറ്റു 21/4 എടുക്കേണ്ടത്. ഓൾമോസ്റ്റ് 173 സംതിങ് വരും. 173.25 വരും. അതായത് 540 നിന്ന് 173.25 കുറയ്ക്കുമ്പോഴായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓൾമോസ്റ്റ് 366.75 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ.